സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 2 മിനിറ്റേ ഉള്ളൂ. അതിഥികൾ എന്നോട് സഹകരിക്കുക. ശ്രീമതി MC ജോസഫൈൻ, ഇവിടെ ഈ നടിയെ ആക്രമിച്ച സമയത്ത് സുനി പറയുന്നുണ്ട് എനിക്ക് വേറെ കൊട്ടേഷൻ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ നടി പറയുന്നു ആ പണത്തെക്കാൾ അധികം ഞാൻ തരാം, ആക്രമിക്കരുത്. ഇല്ല, എനിക്ക് മറ്റൊരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യാനുള്ളത് എന്ന് അവിടെ പറയുന്നു. ഈ ജയിലിൽ ഇരുന്നു കൊണ്ട് സുനി പറയുന്നു 1.5 എനിക്ക് നിങ്ങൾ തരൂ എന്ന് നടനോട് പറയുകയാണ്, അല്ലെങ്കിൽ നടനോട് ബന്ധപ്പെട്ടവരോട് പറയുകയാണ്, അല്ലെങ്കിൽ 2 തരാൻ പുറത്ത് വേറെ ആളുണ്ട് എന്ന്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നടി പറയുന്നത് കേൾക്കുന്നില്ല, പുറത്തു നിൽക്കുന്നയാൾ കൊട്ടേഷനാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ആ ബന്ധമുണ്ട് എന്ന് പറയുന്ന ആളെ തള്ളിയതിനു ശേഷം വേറെ പുറത്തുള്ളവർ അതിനേക്കാൾ കൂടുതൽ പൈസ ആയിരുന്നു, അതെനിക്ക് വേണ്ട എന്ന് പറയുന്നു. ഇതിലൊക്കെ വളരെ ക്രൂഡായി ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ഒരാളുടെ മാത്രം ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? എന്ന് വെച്ചാൽ വലിയ വലിയ തലങ്ങൾ ഇതിനില്ല എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്ന കാര്യങ്ങൾ സുനിയുടെ ഭാഗത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ? അത് ഈ പ്രശ്നം വളരെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സങ്കീർണമായ തലത്തിലേക്ക് ഈ ഒരു പ്രശ്നം, ഒരു സ്ത്രീക്കുണ്ടായ അനുഭവം ഇങ്ങനെ ഒരു പ്രത്യേക തലത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനായിട്ട് പോലീസ് ശ്രദ്ധിക്കേണ്ടതാണ്. ശരി, ഇവിടെ ദീദി പങ്കുവച്ചൊരു ആശങ്കയുണ്ടല്ലോ, ഇതൊക്കെ ഒരു നാടകം, ഇതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് നാടകമായിരുന്നില്ല എങ്കിൽ, ഇതാദ്യത്തെ നാടകമല്ല എങ്കിലും കുറഞ്ഞ പക്ഷം ഒരുപാട് പേർ ഇപ്പോൾ ജയിലഴികൾക്ക് പിന്നിലാകണമായിരുന്നുവെന്ന്. അത്തരമൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ ശ്രീമതി ജോസഫൈൻ? ഈ ദുരൂഹത നീങ്ങണം, ഗൂഢാലോചന കണ്ടെത്തപ്പെടണമെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായിട്ടുള്ള വിവാദപരമായ സ്ത്രീ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണതയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട്. അത് നമ്മൾ ആ തലത്തിലേക്ക് കൂടി ചിന്തിക്കണം. അതിൻ്റെ ആശയതലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. കാരണം സ്ത്രീകൾക്ക് ഒട്ടേറെ നിയമ സംരക്ഷണ സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും ഇതുവരെ ഉണ്ടായിട്ടുള്ള വിവാദപരമായിട്ടുള്ള കേസുകൾ പ്രതി ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ അങ്ങോട്ട് എത്തുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അതിന് ആരും നിഷേധിക്കേണ്ടതില്ല. പക്ഷേ എന്താണെങ്കിലും സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ സമയം പൂർണ്ണമായും കഴിയുകയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഒടുവിൽ ആലുവ പോലീസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതുണ്ട്. എനിക്ക് സമയക്കുറവ് കാരണം ഞാൻ മറ്റതിഥികളിലേക്ക് കടക്കുന്നില്ല, സമയം കഴിഞ്ഞിരിക്കുന്നു ഈ പരിപാടിയുടെ. എങ്കിലും ബിനിലേക്ക് വീണ്ടും പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ദിലീപ് ഏത് നിമിഷവും പുറത്തേക്ക് വരാമെന്ന സൂചനയാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഈ മൊഴികളിലെ പൊരുത്തക്കേടുണ്ടോ എന്ന ആശങ്ക വേണ്ട എന്ന നിലയിലേക്ക് സജി പറയുന്നത് പോലെ സിനിമാ ലോകത്തിന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്തയായിരിക്കാം വരുന്നത്. ബിനിൽ പുതിയ വിവരങ്ങളുമായി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ദിലീപ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ബിനിലാണ് അല്പസമയത്തിനകം ചേരാൻ പോകുന്നത് പുതിയ വിവരങ്ങളുമായി. 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ അവസാനിച്ചിരിക്കുകയാണ്. നിർണായകമായ തെളിവുകൾ ഒരുപക്ഷെ ഈ പ്രമുഖ താരങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രാഥമിക സൂചനകൾ ലഭിക്കുന്നു. ഏത് നിമിഷവും ഈ ചോദ്യം ചെയ്യൽ നടപടിക്ക് വിധേയനായ പ്രമുഖ താരമടക്കം പുറത്തേക്ക് വരുമെന്നാണ് അറിയുന്നത്. ബിനിൽ, എന്താണ് വിവരങ്ങൾ? ബിനിൽ കേട്ടില്ല, ആദ്യം മുതൽ. ബിനിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയെ നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്ത അതേ സംഘമാണ് ദിലീപ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ വസ്തുത. ADGP D സന്ധ്യയ്ക്ക് പുറമെ റൂറൽ SP AV ജോർജ്, ക്രൈംബ്രാഞ്ച് SP KS സുദർശൻ, പെരുമ്പാവൂർ CI എന്നിവരടങ്ങുന്ന സംഘം തന്നെയാണ് ഇതേ കേസിൽ ഇവരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയിരുന്നു. അല്പം മുമ്പ് ADGP സന്ധ്യ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന ആലുവ പോലീസ് ക്ലബിലെ 3ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വരികയും പിന്നീട് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്ക് ഈ ദിലീപ് അടക്കമുള്ളവർ പുറത്തേക്ക് വരാൻ സാധ്യതയും ഉടൻ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പൾസർ സുനിയെ ചോദ്യം ചെയ്ത അതേ സംഘം ദിലീപ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അന്ന് പൾസർ
പോലീസിന് നൽകിയ മൊഴി, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കൂടി ഈ കേസിലേക്ക് ലഭിക്കേണ്ട സാഹചര്യത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു ഈ കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനിൽ, ഈ അസാധാരണ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് അതിഥികളോടുകൂടി അഭ്യർത്ഥിക്കാൻ നാം ഈ ചർച്ച തുടരുകയാണ്, ഇപ്പോൾ അവസാനിപ്പിക്കുന്നില്ല. ബിനിൽ, ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയും. ഒന്ന്, നിർണായകമായ തെളിവുകൾ ഈ പ്രമുഖരായ 3 പേരെയും ഈ പ്രമുഖരായ 2 പേരെയും നടന്റെ മാനേജരെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് കരുതാമോ? ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മൊഴികളിൽ വലിയ പൊരുത്തക്കേടുകളില്ലാത്ത സ്ഥിതിക്ക് തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരായവരെ തിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ ബിനിൽ? നിലവിലെ സാഹചര്യത്തിൽ ഇവരെ തിരിച്ചുവിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറിച്ചൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു മാരത്തൺ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത ഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തുകയും അതോ ഈ അന്വേഷണവുമായി സഹകരിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ദിലീപിന്റെയും ആദർശയുടെയും പരാതിയിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വിളിച്ചു വരുത്തിയ ഘട്ടത്തിലും ഈ പോലീസ് ക്ലബിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നടിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിന്റെ ഗൂഢാലോചനയിലടക്കം ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ ഉയർന്നു വന്ന പുതിയ സംഭവ വികാസങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ നടൻ ദിലീപിനെയും സംവിധായകൻ ആദർശയെയും ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൾസർ സുനിയുടെ കത്ത് പോലീസിന് ലഭിച്ചിരുന്നു. ബിനിൽ 3 സ്ഥലത്ത് പ്രത്യേകമായി ചോദ്യം ചെയ്യുന്നു എഴുതി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ വരുമ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് മൊഴികൾ തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ അതോ പൊരുത്തക്കേടുകളാണോ ഉണ്ടാവുക എന്നാണല്ലോ. പൊരുത്തക്കേടിലേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും പ്രമുഖരാണ്, സ്വാധീന ശക്തിയുള്ളവരാണ്, അവരുടെ പുറത്തേക്ക് വീണ്ടും വിടുകയും മറ്റൊരവസരത്തിൽ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. അടുത്ത നടപടിയിലേക്ക് സ്വാഭാവികമായും പോവുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാനുള്ള അന്തരീക്ഷം അവിടെ ഒരുങ്ങുന്നുണ്ടോ ഇല്ലയോ? അത്തരത്തിൽ ഒരു വൈരുദ്ധ്യം ഇവരുടെ മൊഴികളിൽ ഉണ്ട് എന്ന് സംബന്ധിച്ച് നമുക്കിപ്പോഴും ഒരു വന്നിട്ടില്ല. എന്തായാലും ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എങ്കിൽ ആ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പിന്നീട് പരിശോധിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്യുകയാണ് സാധാരണ കേസുകളിലുള്ള നടപടിക്രമം. എന്നാൽ ഇവർ വളരെ വേണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ സെലിബ്രിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ എപ്പോഴും ചോദ്യം ചെയ്യുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പോലീസിന് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ തന്നെ പരമാവധി ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്ന നടപടിക്രമങ്ങളിലേക്ക് തന്നെയായിരിക്കും പോലീസ് പോകുക. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലെ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾ ഇത്രയും നീണ്ടുപോകുന്നതും. കാരണം 3 പേരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി കാക്കനാട് ജയിലിൽ നിന്ന് ഫോൺ ചെയ്തിരിക്കുന്നത് സംവിധായകൻ നാദിർഷയും അതോടൊപ്പം തന്നെ ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുമാണ്. ഇവർ തമ്മിൽ എത്ര തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പോലീസിന്റെ കൈവശമുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഇവർ നൽകിയ പരാതിക്കൊപ്പം തന്നെ പോലീസിന് ലഭിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഈ കേസിന്റെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ ഈ രാത്രി ഈ കേസ് കടന്നു പോവുകയാണ്. ദിലീപിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ നാദിർഷയിൽ നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമാണ്. ഈ കേസിൽ ഈ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾക്കായി ആലുവ പോലീസ് ക്ലബിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ദിലീപ് പല സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമ വിദഗ്ധരുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരോടെല്ലാം തന്നെ തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയും. തന്നെ ഈ കേസിൽ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്ന മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ അടക്കം പേരുകൾ വെളിപ്പെടുത്തുമെന്ന കാര്യങ്ങൾ ദിലീപ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ നടിയെ ആക്രമിച്ച കേസിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പൾസർ സുനി പുറത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലീസ് ജയിലിലെത്തി പലവട്ടം പൾസർ സുനിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൾസർ സുനി ദിലീപിന് അയച്ച കത്ത് അത് പോലീസ് കണ്ടെടുത്തിരുന്നു. ആ കത്തിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ബിനിൽ, ഒരൊറ്റ കാര്യം കൂടി എനിക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ബിനിൽ, ഇവിടെ ഒരു ഘട്ടത്തിൽ അന്വേഷണ ഈ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെട്ടിരുന്ന AV ജോർജ് പുറത്തു വന്നപ്പോഴാണോ പറഞ്ഞത് ഇത് ദിലീപ് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു, പക്ഷേ ദിലീപിനോട് ചോദിക്കാനുള്ള കാര്യങ്ങളും ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങളിൽ എന്ന് പറഞ്ഞിരുന്നത് ജോർജാണോ ബിനിൽ?
എ.വി. ജോർജ് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരുണ്ട്. അവർ തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. കാര്യം ആദ്യഘട്ടത്തിൽ ദിലീപിനെയും നാദർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് അവരെ അറിയിക്കുന്നത്. ഇവിടെ ഈ ഗൂഢാലോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ ചോദിക്കുന്നുണ്ട് എന്ന് എന്തായാലും ഇവർ പറയുകയുണ്ടായല്ലോ മാധ്യമങ്ങളോട്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം സഹകരിക്കുന്നുണ്ട്, ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർ സഹകരിക്കുന്നുണ്ടെന്നും പറയുകയുണ്ടായില്ലേ? ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും അവർ സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കേസിൽ പോലീസിന് ലഭ്യമായ വിവരങ്ങൾ, ആ തെളിവുകൾ ശേഖരിച്ചു വെച്ച് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. വേണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു ക്വസ്റ്റ്യനെയർ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഈ നടനിൽ നിന്നും സംവിധായകനിൽ നിന്നും ആ നടന്റെ മാനേജറിൽ നിന്നും ലഭിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നത് പോലീസ് മുൻനിശ്ചയ പ്രകാരം തയ്യാറാക്കിയ ചോദ്യാവലിയിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ഉത്തരം പോലീസിന് ലഭിക്കുന്നതുവരെ കൃത്യമായ ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുതന്നെയാണ് ഈ കേസിലെ ചോദ്യം ചെയ്യൽ നീണ്ടുപോകാനുള്ള കാരണവും. ഈ പോലീസ് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ആ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് കഴിയില്ല. കാരണം ബിനിൽ ഒരു കാര്യം കൂടി എന്തായാലും ഇത് പൂർത്തിയാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പുറത്തേക്ക് വരും. മാധ്യമങ്ങളെ ഉദ്യോഗസ്ഥർ കാണാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ കേസിൽ ഇതിന്റെ ഗൂഢാലോചന ഭാഗം അന്വേഷിക്കുമ്പോൾ പോലീസ് കൃത്യമായ രഹസ്യ സ്വഭാവം നിലനിർത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു പോകാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങൾക്ക് ഒരു പ്രതികരണം ലഭിക്കുവാനുള്ള സാധ്യത വിരളമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ സെലിബ്രിറ്റീസ് അടക്കം ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ രഹസ്യാത്മകത ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരുന്നത്. ലഭ്യമായ തെളിവുകളുടെ കാര്യങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലൊരു സമീപനം തന്നെ പോലീസ് സ്വീകരിച്ചിരുന്നു. കാര്യം തെളിവുകളിൽ ബന്ധപ്പെട്ട ശരി, ഞാൻ ബിനിലേക്ക് വീണ്ടും പുതിയ വിവരങ്ങൾക്കായി വരാം. ആലുവ പോലീസ് ക്ലബിലെ അടഞ്ഞ വാതിലിന് മുന്നിലാണ് കേരളം ഉത്കണ്ഠയോടെ കാത്തു നിൽക്കുന്നത്. അടുത്ത പോലീസിന്റെ നടപടികൾ എന്തായിരിക്കും എന്നറിയാനായി അതിഥികളും ഈ ചർച്ചയിൽ തുടരുകയാണ്. അതിഥികളിലേക്ക് വരാം. അതിനു മുൻപ് വേഗം ഒരു ഇടവേളയിലേക്ക് കൂടി.